രാജ്യത്തെ ഏറ്റവും വലിയ വായ്പാദാതാവായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ സജീവമാക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ദേശീയ തലത്തിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ അവബോധം നൽകി സഹായിക്കുന്നതാണ് ഈ നടപടി. എന്താണ് പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ എന്ന് നോക്കിയാൽ, സാധാരണയായി 2 വർഷത്തിൽ ഏറെയായി ഇടപാടുകൾ നടന്നിട്ടില്ലെങ്കിൽ അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാവും. അവ വീണ്ടും സജീവമാക്കുന്നതിന് ഉപഭോക്താക്കൾ വീണ്ടും KYC നൽകേണ്ടതുണ്ട്. അത്തരം അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാവാതിരിക്കുവാനും തടസ്സമില്ലാത്ത ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പുവരുത്തുവാനും ഉപഭോക്താക്കൾ അക്കൗണ്ട് ഉപയോഗിക്കണമെന്നാണ് SBI പറയുന്നത്. SBI പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയ AI, മെഷീൻ ലേണിംഗ് ML എന്നിവ പ്രയോജനപ്പെടുത്തി മികച്ച കസ്റ്റമർ സർവീസ് ഉറപ്പാക്കുന്നുമുണ്ടെന്ന് SBI ചെയർമാൻ CA ഷെട്ടി പറഞ്ഞു. അതേസമയം രാജ്യത്തെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് 1-2 കോടിയല്ല, 42,207 കോടി രൂപയാണ്. 10 വർഷമായി പ്രവർത്തിപ്പിക്കാതെ ഏതെങ്കിലും സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് അല്ലെങ്കിൽ 10 വർഷത്തിൽ ഏറെയായി മെച്യൂരിറ്റി തീയതി കടന്ന സ്ഥിര നിക്ഷേപങ്ങൾ ആണ് അവകാശികളില്ലാതെ നിക്ഷേപരായി കണക്കാക്കപ്പെടുന്നതും. ഇതുവരെ ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപത്തിന്റെ വിവരങ്ങൾ നിക്ഷേപകർക്ക് RBIയുടെ ഉദ്ഗം അഥവാ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫർമേഷൻ എന്ന പോർട്ടലിൽ തിരയാവുന്നതുമാണ്.